എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടുവേദനയ്ക്ക് കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന കുറച്ച് സിമ്പിളായ വ്യായാമങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ മുട്ടുവേദനയ്ക്കുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് നിലത്തിരുന്നുകൊണ്ടുള്ളതാണ്. അപ്പോഴാണ് കുറേ അധികം ആൾക്കാർക്ക് ബുദ്ധിമുട്ട്, നിലത്തിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യുക. കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. ഈ വീഡിയോ മുഴുവനായും കാണുക, അതുപോലെ തന്നെ ചെയ്യുക, അത്രയും സമയം ചെയ്യുക, എന്നിട്ട് റിസൾട്ട് നോക്കുക. അപ്പോൾ അത് കുറേ ദിവസം തുടർച്ചയായിട്ട് ചെയ്താലേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അല്ല 2 ദിവസം ചെയ്തിട്ട് വേദന മാറിയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അപ്പോൾ തുടർച്ചയായിട്ട് ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങൾ അതിൽ രേഖപ്പെടുത്തണം, നിങ്ങൾക്കുണ്ടായ അനുഭവം അതിൽ രേഖപ്പെടുത്തണം. അതേപോലെ ലൈക്ക് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുകയോട് ചെയ്താൽ വളരെ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഇതേപോലൊരു കസേര തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ കസേര ഇതേപോലൊരു മാറ്റിൽ ഉറപ്പിച്ചു വെച്ചാൽ അത് മറിഞ്ഞു പോകില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. കസേര മറിഞ്ഞു വീണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കരുത്. കസേര മറിയാത്ത രീതിയിൽ ഉറപ്പിച്ചു വയ്ക്കുക. എന്നിട്ട് ഞാനിവിടെ കാണിക്കുന്ന പോലെ ഓരോന്നായിട്ട് കാണിക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഇരുന്നിട്ട് കാലുകൾ ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കുക. കൈകൾ കസേരയിൽ വേണേൽ പിടിക്കാം, അല്ലെങ്കിൽ ഇവിടെ പിടിക്കാം. എന്നിട്ട് ഓരോ കാൽപാദത്തെ ഇങ്ങനെ പൊക്കുക. അതായത് ഉപ്പൂറ്റി പറയുന്ന പൊക്കുക. കാൽവിരലിലൂന്നി പൊക്കുക. ഇങ്ങനെ ഒരു കാലിലൊരു 10 എണ്ണം ചെയ്യുക, മറ്റേ കാലിലും 10 എണ്ണം ചെയ്യാം. റെഡിയല്ലേ? ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കിവിടെ ആവശ്യം എന്താണ്? നമുക്ക് ഈ മുട്ടിന്റെ ചുറ്റിനുമുള്ള മസിൽസിനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് തുടയുടെ മസിൽസ്, താഴെയുള്ള കാഫ് മസിൽസ്, അതാണ്. അപ്പൊ അതിന് ഓരോന്നായിട്ട് പടിപടിയായിട്ട് ചെയ്യുകയാണ്. ക്ഷമയോടെ, ശാന്തതയോടെ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. റെഡി? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. 10 എണ്ണം വലത് കാലിൽ, 10 എണ്ണം ഇടത് കാലിൽ. ഇതാ ഇങ്ങനെ പൊക്കുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അടുത്ത എടുത്ത് കാണിച്ചു. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് വെറുതെ ഇരിക്കാം. റെഡിയായില്ലേ? അടുത്തത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഈ കാല് അല്പം ഒന്ന് തറയുന്ന പൊക്കുക, താഴ്ത്തി വയ്ക്കാം. ഈ കാല് പൊക്കുക, താഴ്ത്തി. വളരെ സിമ്പിൾ. അങ്ങനെ ചെയ്യുമ്പോൾ കൈകൾ വേണമെങ്കിൽ ഇവിടെ പിടിക്കാം, അല്ലെങ്കിൽ കസേരയുടെ ഈ താഴെയുള്ള പിടിയിൽ പിടിക്കാം, അല്ലെങ്കിൽ കസേരയുടെ സീറ്റിൽ പിടിക്കാം. എന്നിട്ട് പതുക്കെ ഇങ്ങനെ പൊക്കി കൊടുക്കുക, താത്തുക. ഇങ്ങനെ പൊക്കുക, താഴ്ത്തുക. ബുദ്ധിമുട്ടില്ലാത്ത രീതി ചെയ്യാം. റെഡി? ഓരോ കാലിലും മാറി മാറി ചെയ്യാം. ടോട്ടൽ 10 എണ്ണം ചെയ്താൽ. റെഡി? കം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പൊ അത് 10. അടുത്തത് കൈകൾ ഇങ്ങനെ കസേരയിൽ പിടിക്കുക. എന്നിട്ട് കുറച്ച് കാലിങ്ങനെ വിട്ടുവയ്ക്കുക. ഒരു കാല് തറയുന്ന ഇങ്ങനെ പൊക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് നീട്ടുക, മടക്കി വയ്ക്കുക. മറ്റേ കാല് തറയുന്ന പൊക്കുക, നീട്ടുക, മടക്കി വയ്ക്കുക. അങ്ങനെ ഓരോ കാലിലും 10 വീതം ചെയ്യും. റെഡി? കമോൺ. 1 ഓക്കെ 2 3 4 5 6 7 8 9 10. ഇത് 2 കാലിലും കൂടെ ഞാൻ 10 ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഓരോ കാലിലും 10 വീതം ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് ഏത് ചെയ്യുമ്പോഴും നിവർന്നിരുന്നാണ് ചെയ്യുന്നത്. ഇങ്ങനെ കസേരയിലേക്ക് ചാനിരുന്നു പോലെ നിവർന്നിരിക്കണം. വയറ് ടൈറ്റാക്കി പിടിക്കുക, എന്നിട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ചെയ്യുന്നത് ഈ കാലിതുപോലെ തന്നെ പൊക്കി ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഒരു 5 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യണം. അതായത് ഈ മസിലിനെ ടൈറ്റ് ചെയ്ത് പിടിക്കണം. 1 2 3 4 5. അത് കാത്തി. മനസ്സിലായില്ലേ? അതുപോലെ ഈ കാൽ 1 2 3
4 5 അതും താഴ്ത്തി വയ്ക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കിയാലോ. ഓരോന്നും 5 സെക്കൻഡ് വീതം ഒരു 2-3 റൗണ്ട് ചെയ്യാം. റെഡി? കമോൺ, എന്നോടൊപ്പം ചെയ്ത് തുടങ്ങുക. പൊക്കുന്നു, സ്ട്രെയിറ്റ് ആക്കി 1 2 3 4 5. മറ്റേ കാര്യം 1 2 3 4 5. ഓക്കെ, ഒന്നുകൂടി ചെയ്യാം. 1 2 3 4 5. അടുത്ത കാര്യം 1 2 3 4 5. ഓക്കെ, ഇത്രയും ചെയ്യാം. അടുത്തത് കാണിച്ചു തരാം. അടുത്തത് ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് ഇങ്ങനെ കസരയുടെ മുമ്പിലേക്ക് വരിക. ഈ കാല് മാക്സിമം ഇങ്ങനെ പുറകോട്ട് നീട്ടി വയ്ക്കുക. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഒതുങ്ങി ഇരുന്നിട്ട് ഈ കാല് ഇങ്ങനെ നിൽക്കുന്നു, മറ്റേ കാല് പുറകോട്ട് നീട്ടി വയ്ക്കുക. കാണാമല്ല, കാലിങ്ങനെ പുറകോട്ട് നീട്ടി വയ്ക്കുക. എന്നിട്ട് ഈ കൈ രണ്ടും കൂടെ ഇങ്ങനെ വെച്ചിട്ട് നിവർന്നിരുന്നുകൊണ്ട് ശ്വാസം എടുത്ത് കൊടുക്കുക. ഒരു 5 ശ്വാസം എടുത്ത് കൊടുക്കുക. 1 2 3 4 5. ഓക്കെ, ആ കാല് പതിയെ മുന്നോട്ട് കൊണ്ടുവരിക. മറുവശത്തേക്ക് അതുപോലെ. അപ്പൊ ഈ സൈഡിലേക്ക് നീങ്ങിയിരുന്നിട്ട് ഈ കാലിങ്ങനെ പുറകോട്ട് വയ്ക്കുക. സ്ട്രെയിറ്റ് ആക്കി വെക്കണം ആ കാല്. അപ്പൊ ഇങ്ങനെ ഇരിക്കുക. 1 2 3 4 5. അപ്പോ ചെറിയ വേദനയൊക്കെ തോന്നും. അപ്പൊ ആ വേദന കുറേശ്ശെ സഹിച്ച് ശരിയാക്കി എടുക്കുക. നമ്മുടെ ലക്ഷ്യം ഇതാണ്, ഈ തുടയിലെ മസിൽസിനെയും മുട്ടിന് താഴെയുള്ള മസിലുകളെയും ബലപ്പെടുത്തുക. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് ഇങ്ങനെ ഇരുന്നിട്ട് ഇത് ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഈ കാലെടുത്തിട്ട് ഈ കാലിന്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങോട്ടൊന്ന് ഇങ്ങനെ കുനിഞ്ഞു കൊടുക്കുക. ഉണ്ടോ? അപ്പോ ഈ കാലിന്റെ പിന്നിലുള്ള മസിൽസിന് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും. അതിനുവേണ്ടിയാണ്. അപ്പൊ കാലിങ്ങനെ വയ്ക്കുക. ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. കസേരയിൽ ഇങ്ങനെ പിടിച്ചോളുക. എന്നിട്ട് മുന്നോട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ താത്തിക്കൊണ്ട് മുന്നോട്ട് ഉണ്ടോ? അതൊന്ന് അത്ര ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യാം. ഈ കാലിനെ താഴേക്ക് താത്തി കൊടുക്കുക മാക്സിമം. എന്താ അങ്ങനെ 1 2 3 4 5. ഓക്കെ, ആ കാല് പതുക്കെ താത്തി വയ്ക്കുക. മറ്റേ കാലെടുക്കുക. ഇതിന്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ 1 2 3 4 5. ഓക്കെ, ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ കാലിങ്ങനെ ഇത്ര വെച്ചാൽ മതി. ഇങ്ങനെ വയ്ക്കുക. ഈ ഒരു ലെവലിൽ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ മറ്റേ ഈ കാലിന്റെ ഇവിടെ വയ്ക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഇത് കിട്ടുമല്ലോ. എന്നിട്ട് ഇങ്ങനെ താത്തുക. ഇങ്ങനെ 1 2 3 4 5. അതുപോലെ തന്നെ തിരിച്ചു വിടുക. ഇങ്ങനെ 1 2 3 4 5. രണ്ട് കൈകളും ഈ കാലിന്റെ അടി കൂടെ ഇങ്ങനെ പിടിക്കുക. കാണാമല്ലോ. എന്നിട്ട് കാലിങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കുക. ഈ കൈയിന്റെ സഹായത്തോടുകൂടി കാലിനെ ഇങ്ങനെ മടക്കുക എന്ന് പറയുക. കണ്ട, എണ്ണിക്കൊണ്ട് ചെയ്യാം. 1 2 3 4 5. അതുപോലെ തന്നെ മറുവശം ചെയ്യാം. ഇങ്ങനെ മടക്കി എടുത്തിട്ട് 1 2 3 4 5. ഓക്കെ, രണ്ടു വശവും നിങ്ങളുടെ സമയം പോലെ ഇഷ്ടാനുസരണം ചെയ്യാം. അതുപോലെ ഓക്കെ. അടുത്തത് ഇതുപോലെ ഇരുന്നിട്ട് കൈകൾ കൊണ്ട് വേണമെങ്കിൽ കസേര പിടിക്കുക. ഇല്ലെങ്കിൽ കൈ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഈ കാലൊന്ന് പൊക്കിയെടുക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ കറക്കിയെടുക്കുക. ഇതല്ല, ഈ കാലിന്റെ പാദം കൊണ്ടൊരു വൃത്തം വരയ്ക്കുന്ന പോലെ ഇങ്ങനെ ചെയ്ത് നോക്കാം. കമോൺ, ഓരോ സൈഡിലും ചെയ്യാം. 1 2 3 4 5. ഈ കാലുണ്ട്. അടുത്ത കാലം 1 2 3 4 5. ഓക്കെ, അതും കഴിയും. അപ്പോൾ മാക്സിമം നമ്മുടെ കാലുകളെ ചലിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ എക്സസൈസ് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, അടുത്തേക്കത് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ തന്നെ വേരിയേഷൻ ആണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഇരുന്നിട്ട് ഈ കാല് മാക്സിമം ഇങ്ങനെ പൊക്കുക. എന്നിട്ട് പതിയെ ബലം പ്രയോഗിച്ച് താഴോട്ട് കൊണ്ടില്ല. കണ്ട, ഇവിടെ നമ്മളൊരു എന്തെങ്കിലും ഒരു ഇലാസ്റ്റിക് ബാൻഡേജോ മറ്റോ വലിച്ചിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ മടക്കി എറിഞ്ഞിട്ടിരിക്കും. അതേപോലെ ചെയ്യും. ആ രണ്ട് കാലും ഇങ്ങനെ ബലം പ്രയോഗിച്ച് താഴോട്ട്. അപ്പോഴൊക്കെ മസിലിനെ ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ചെയ്ത് നോക്കാം.
കമണ്ട, ഇങ്ങനെ നീട്ടിപ്പിടിക്കുക, ഇങ്ങനെ മടക്കുക, താഴോട്ട് മാക്സിമം മടക്കണം, പുറകോട്ട് മടക്കണം. അതുപോലെ തന്നെ നിവർത്തുക, മാക്സിമം പുറകോട്ട് മടക്കുക. ഇങ്ങനെ എത്ര മടക്കാൻ പറ്റുമോ അത്ര മടക്കുക. ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും ചെയ്യാം. ഇങ്ങനെ ആ ബലം കൊടുത്ത് വേണം, ഇങ്ങനെ വെറുതെ ഇങ്ങനെ മടക്കിയാൽ പോരാ, ആ ബലം കൊടുത്ത് ഇങ്ങനെ മടക്കണം. മനസ്സിലായോ? താഴെ വയ്ക്കുക, മറ്റേ കാലം ചെയ്യുക, ഇങ്ങനെ മാറി മാറി ചെയ്യണം. ഉണ്ടോ? 1, തിരിച്ചു വരുമ്പോൾ ആ കാലിങ്ങനെ മടങ്ങണം, മാക്സിമം മടങ്ങണം. കാലിന്റെ മുട്ട് ഇങ്ങനെ വന്ന് മടങ്ങി വരണം ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും വ്യായാമങ്ങൾ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു വ്യായാമങ്ങൾ ചെയ്യണം. ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ചെയ്യുന്ന നോക്കി മനസ്സിലാക്കുക. ഇത് കണ്ട, 2 കാലും ഒരുപോലെ തറയിൽ ഇങ്ങനെ പൊക്കി ടാപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ കണ്ട, സിമ്പിൾ അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇത്ര ചെയ്താൽ മറ്റുള്ള നിവർത്തിയിരിക്കുക, സുഖകരമായ രീതിയിൽ ശ്വാസം എടുത്തു വിടുക. ഇതിനോടൊപ്പം പ്രാണായാമം കൂടെ ശീലിച്ചാൽ മുട്ടുവേദനയൊക്കെ മാറും. കാരണം പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആ വേദനയുള്ള ഭാഗത്തേക്ക് ഓക്സിജൻ, പ്രാണവായു എത്തുകയും അതുവഴി ആ വേദന കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. എല്ലാം ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും സുഖമായിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സീ യു.